ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള വൻകിട സംരംഭങ്ങളിലൊന്നും രാജ്യത്തെ ഏറ്റവും വൈവിധ്യവൽക്കരിക്കപ്പെട്ട വാഹന നിർമ്മാണ കമ്പനിയുമായ ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡിന്റെ ഓഹരിയിൽ കനത്ത ഇടിവ് തുടരുന്നു. തിങ്കളാഴ്ച ഇന്ത്യൻ വീട്ടിൽ നേരിട്ട കനത്ത തകർച്ചയിൽ ഈ ടാറ്റ ഗ്രൂപ്പ് ഓഹരിയും വൻ നഷ്ടത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ തന്നെ 12% ഇടിവ് നേരിട്ട് 536 രൂപ നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയ ടാറ്റ മോട്ടോഴ്സ് ഓഹരി ഒരു വർഷക്കാലയളവിലെ താഴ്ന്ന നിലവാരവും കുറിച്ചു. 180ലധികം ലോകരാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്തുന്ന നീക്കവുമായി US രംഗത്തെത്തിയതോടെയാണ് ടാറ്റ മോട്ടോഴ്സ് ഓഹരിയിലും തിരിച്ചടി ശക്തമായത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം തിരുത്തലിന്റെ പാതയിലായിരുന്ന ഓഹരി പുതിയ പ്രതികൂല സാഹചര്യങ്ങൾ കൂടി ഉരുത്തിരിഞ്ഞു വന്നതോടെ കനത്ത വെല്ലുവിളി നേരിടുകയുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ടാറ്റ മോട്ടോഴ്സ് ഓഹരിയിലെ തിരിച്ചടിക്കുള്ള കാരണങ്ങളും സമീപഭാവിയിലേക്കുള്ള സാധ്യതകളും വിശദമായി നോക്കാം. ആദ്യം, ഓഹരിയിലെ ഇടിവ് എന്തുകൊണ്ട്? 2024 ജൂലൈയിൽ രേഖപ്പെടുത്തിയ ഒരു വർഷക്കാലയളവിലെ ഉയർന്ന നിലവാരത്തിൽ നിന്നും ടാറ്റ മോട്ടോഴ്സ് ഓഹരിയുടെ വിപണി വില പകുതിയായി താഴ്ന്നു കഴിഞ്ഞു. ആദ്യമൊക്കെ ഓഹരിയുടെ മൂല്യമതിപ്പ് അധികരിച്ചതിനെ തുടർന്നുള്ള സ്വാഭാവിക തിരുത്തലായിരുന്നു ഓഹരിയിൽ നേരിട്ടതെങ്കിൽ പിന്നീട് 2-3 സാമ്പത്തിക പാദങ്ങളിൽ കമ്പനി കാഴ്ചവെച്ച പ്രവർത്തന ഫലം നിരാശപ്പെടുത്തിയതോടെ നഷ്ടക്കഥ തുടരുകയായിരുന്നു. ഒടുവിൽ അമേരിക്ക പകരച്ചുങ്കം പ്രഖ്യാപിച്ചതോടെ ടാറ്റ മോട്ടോഴ്സ് ഓഹരിയുടെ വീഴ്ചയുടെ കാഠിന്യവും കൂടി. ഇക്കഴിഞ്ഞ മാർച്ച് 26 ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒന്നാകെ ബാധകമാകുന്ന വിധം 25% നിരക്കിലുള്ള അധിക ഇറക്കുമതി തീരുവ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇതോടെ ടാറ്റ മോട്ടോഴ്സ് ഓഹരി വീണ്ടും വെട്ടിലായി. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയേക്കാളേറെ ബ്രിട്ടൻ കേന്ദ്രമാക്കിയുള്ള ഉപകമ്പനിയായ ജാഗ്വർ ലാൻഡ് റോവറിന് നേരിടാവുന്ന തിരിച്ചടിയാണ് ടാറ്റ മോട്ടോഴ്സ് ഓഹരിനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നത്. കാരണം ജാഗ്വർ ലാൻഡ് റോവറിന്റെ ആഗോള വിൽപ്പന 25% സംഭാവന ചെയ്യുന്നത് US വിപണിയാണ്. ഒടുവിൽ പകരച്ചുങ്കത്തിന്റെ പ്രത്യാഘാതം വിലയിരുത്തുന്നതിനും മറികടക്കാനുമുള്ള വഴി തേടുന്നതിനുമിടയിൽ US-ലേക്കുള്ള കാറുകളുടെ കയറ്റുമതി താൽക്കാലികമായി നിർത്തുകയാണെന്ന് ജാഗ്വർ ലാൻഡ് റോവർ അറിയിച്ചു. ഇതിന്റെ പ്രത്യാഘാതമാണ് തിങ്കളാഴ്ച വ്യാപാരത്തിൽ ടാറ്റ മോട്ടോഴ്സ് ഓഹരിയിൽ പ്രതിഫലിക്കുന്നത്. US വിപണിയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് കമ്പനിയുടെ ലാഭമാർജിൻ നിലനിർത്താനും കൃത്യമായ റോഡ് മാപ്പിനുമുള്ള അവസരങ്ങൾ കുറവായതിനാൽ സമീപഭാവിയിൽ ജാഗ്വർ ലാൻഡ് റോവറിന്റെ ലാഭക്ഷമതയും സാരമായി ബാധിക്കാം. ഇത് മറികടക്കാൻ കാറിന്റെ വില വർദ്ധിപ്പിക്കുകയോ ചെലവുകൾ വെട്ടിച്ചുരുക്കുകയോ പോലുള്ള നടപടികൾ കമ്പനിക്ക് സ്വീകരിക്കേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും ഈ നടപടികളൊന്നും അതിവേഗത്തിൽ ഫലമേകുന്ന നീക്കങ്ങളായിരിക്കില്ല. ചുരുക്കത്തിൽ ജാഗ്വർ ലാൻഡ് റോവറിന്റെ ഭാവി പ്രകടനം സംബന്ധിച്ച ആശങ്കയും ടാറ്റ മോട്ടോഴ്സ് ഓഹരിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് സാരം. മാർച്ച് 26 ശേഷം മാത്രം ടാറ്റ മോട്ടോഴ്സ് ഓഹരിയിൽ 22% ഇടിവ് നേരിട്ടതിലൂടെ ഇക്കാര്യം വ്യക്തവുമാണ്. ഓഹരിയിൽ ഇനി എന്ത്? പ്രധാനപ്പെട്ട ചില വിദേശ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ടാറ്റ മോട്ടോഴ്സ് ഓഹരി ഇതിനകം ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റ് ചില അനലിസ്റ്റുകൾ ദീർഘകാല സാധ്യതകൾ മുൻനിർത്തി ബൈ റേറ്റിംഗ് നിലനിർത്തിയിട്ടുമുണ്ട്. ഇക്കൂട്ടത്തിൽ മികച്ച നിലയിൽ മുന്നേറും എന്ന സൂചനയുള്ള ഹൈ കൺവിക്ഷൻ ഔട്ട് പെർഫോം എന്ന റേറ്റിംഗിൽ നിന്നും ഔട്ട് പെർഫോം എന്നതിലേക്കാണ് ടാറ്റ മോട്ടോഴ്സ് ഓഹരി C-ലെസ് ഡൗൺഗ്രേഡ് ചെയ്തത്. ഇതിനോടൊപ്പം ഓഹരിക്ക് സമീപഭാവിയിലേക്ക് നൽകിയിരുന്ന ടാർഗറ്റ് പ്രൈസ് 930 രൂപയിൽ നിന്നും 765 രൂപയിലേക്കും താഴ്ത്തി നിശ്ചയിച്ചു. അതേപോലെ എല്ലാ ഓഹരിക്കും തുല്യ പരിഗണന എന്ന സൂചനയുള്ള ഈക്വൽ വെയ്റ്റ് എന്ന റേറ്റിംഗ് ടാറ്റ മോട്ടോഴ്സ് ഓഹരിയിൽ മോർഗൻ സ്റ്റാൻലി നിലനിർത്തിയിട്ടുണ്ട്. സമീപഭാവിയിലേക്ക് നൽകിയ ലക്ഷ്യവില 853 രൂപയാണ്. അതേസമയം കമ്പനിയുടെ യാത്രാ വാണിജ്യ വാഹന വിഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനവും ജാഗ്വർ ലാൻഡ് റോവറിന്റെ വൈദ്യുത വാഹന മേഖലയിലേക്കുള്ള പരിവർത്തനവും ദീർഘകാല സാധ്യതകളും മുൻനിർത്തി ചില അനലിസ്റ്റുകൾ ഇപ്പോഴും ടാറ്റ മോട്ടോഴ്സ് ഓഹരിക്ക് ബൈ റേറ്റിംഗ് നിലനിർത്തിയിട്ടുമുണ്ട്. ഡിസ്ക്ലൈമർ: മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്വം നൽകുന്നതാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നല്ല വിശദമായ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.